അപ്പൊ മച്ചാന്മാരെ നമ്മൾ അങ്ങനെ വീണ്ടും ഒരു കിഡ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ചലഞ്ച് എന്താന്ന് ആദ്യമേ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാട്ടോ. ഇത് നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുകയാണെങ്കിൽ വലിയൊരു സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റും. പക്ഷെ സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല അല്ലേ പ്രേമച്ചാനെ? ഒന്നുമില്ലല്ല, ഇല്ല, ഒന്നുമില്ല, വെറും വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ തൊട്ടടുത്തായി ഇതേ ഇവിടെ മീൻ ഇരിക്കുന്നത് കാണാൻ പറ്റും. മീൻ ഇരിക്കുകയില്ല, അങ്ങ് പറക്കുകയാണ്. ഇതേ മോള് നോക്കുകയാണെങ്കിൽ ബ്രാലുണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഓസ്കാർ, കോലാൻ, പരല്, പള്ളത്തി, അങ്ങനെ 5 മീനുകൾ ഇനി ദേ ഈ കാണുന്ന ടാങ്കിലേക്ക് വരാനുണ്ട്. അപ്പോൾ ഈ ടാങ്കിലേക്ക് മീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പിടിക്കേണ്ട പരിപാടി ആർക്കാണ്? നിൽക്കുന്ന 4 മച്ചന്മാർക്കാണ്. അപ്പൊ നമ്മുടെ മീൻപിടുത്ത മത്സരത്തിന് പങ്കെടുക്കാനുള്ള 4 മച്ചന്മാരെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ സ്വന്തം ആ മീൻപിടുത്തങ്ങളുടെ രാജാവ് അജ്മോൻ. എടാ ആരെങ്കിലും ആണോ? പറഞ്ഞല്ലേ? ആ നമ്മുടെ സ്വന്തം കണ്ടം മീൻപിടുത്തക്കാരൻ. പിന്നെ ടാക്ടിക്കലായി വളരെ ബുദ്ധിപരമായി മീനെ പിടിക്കുന്ന നമ്മളുടെ സ്വന്തം ജർമ്മൻ കിരൺ. നിനക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നില്ലല്ലേ? തല്ലിക്കൊന്ന് മീനെ പിടിക്കുന്ന കിരൺ. ഓക്കെ, അപ്പൊ അങ്ങനെ മൊത്തത്തില് 4 മച്ചാന്മാര് ഇനി ദേ ഈ കുളത്തിൽ ഇറങ്ങി കളിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇവരുടെ പിടിക്കുന്ന മീനിടാനായിട്ടുള്ള അക്വേറിയം ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ദേ 4 അക്വേറിയങ്ങളിലായിട്ട് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇതിനെ കാത്തിരിക്കുന്ന ₹50,000. അപ്പോ ഇന്നത്തെ ഈ 50,000 രൂപ എന്നത്തെ പോലെ ഞാൻ ഇവരുടെ കയ്യിൽ കൊടുക്കൂല. ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഈ പൈസ തരില്ല കേട്ടോ. ചലഞ്ച് വിന്നർ ആയാലും അങ്ങനെ പൈസ തരൂല എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ നേരെ IND മണിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂട്ടാ. അതെന്ത് ചേട്ടാ IND മണി? IND മണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ US സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. US മാർക്കറ്റില്ല, അവിടെ എന്തിനാ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണേ? എടാ മച്ചാന്മാരെ, നമ്മുടെ ചുറ്റൊന്ന് നോക്കി ഇപ്പൊ ഒരു AI ബൂമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ചുറ്റും AI ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ ചേട്ടാ? ഇതൊരു AI ബബിൾ അല്ലേ? അത് എപ്പോ വേണമെങ്കിലും തകരാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവരൊക്കെ പറയണ്ടല്ലോ. അതായിരിക്കാം, അല്ലായിരിക്കാം, അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഡാറ്റ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. എൻവിഡിയ 28%, ടെസ്ല 28%, ഗൂഗിള് 96% വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടാ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഗുണം. അതായത് നിങ്ങളിപ്പോ എൻവിഡിയയിലോ ടെസ്ലയിലോ 1 കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ അത് 1,28,00,000 രൂപയാണ്. അതിപ്പോ നിങ്ങൾ ഗൂഗിളിലാണ് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ 2 കോടിയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ ഇതിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. IND മണി വഴി ആപ്പിൾ, ഗൂഗിൾ, ടെസ്ല, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആമസോൺ തുടങ്ങിയ വൻകിട കമ്പനികളിൽ നിങ്ങൾക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലേട്ടാ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് US മാർക്കറ്റ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോന്നോ? കഴിഞ്ഞൊരു വർഷത്തെ കണക്ക് നോക്കിയാലേ S&P 500 ഏകദേശം 30% റിട്ടേൺസ് നൽകി. അതേസമയം നിഫ്റ്റി 50 നെഗറ്റീവ് ടെറിട്ടറിയിലായിരുന്നു. ഇനി കുറച്ചുകൂടി വലിയൊരു പിക്ചർ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ എൻവിഡിയ മാത്രം ഏകദേശം 330x റിട്ടേൺസ്, അതായത് 33,000 റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. പക്ഷേ ഗൂഗിളിന്റെ എൻവിഡിയയുടെ ഫുൾ ഷെയർ വാങ്ങാനുള്ള പൈസ നമ്മുടെ ഉണ്ടാവോ? അതിന്റെ ആവശ്യമില്ല. IND മണി ഫ്രാക്ഷണൽ ഇൻവെസ്റ്റ്മെന്റ് നൽകുന്നുണ്ട്. അതായത് വെറും 100 രൂപ തുടങ്ങി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അതായത് സ്റ്റോക്കിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം വാങ്ങിയാൽ മതി. സ്റ്റോക്ക് ഉയർന്നതിനനുസരിച്ച് നിന്റെ കാശ് വളരും. അപ്പൊ ചേട്ടാ, നമുക്ക് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ മാസം ഇത്തിരി എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അതിനും ഓപ്ഷൻ ഉണ്ട്. US മാർക്കറ്റിലും ETF-ലും വെറും 500 രൂപ തുടങ്ങി SIP സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമല്ല ഡൈവേഴ്സിഫൈ ചെയ്യാനും നമുക്ക് പറ്റും. IND മണി വഴി ഗോൾഡ്, സിൽവർ, കോപ്പർ ETFs, യൂറോപ്പ്, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വിപണികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഗ്ലോബൽ ETF-കളും ഇതിലുണ്ട്. കൊള്ളാലോ. പക്ഷെ നമുക്ക് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ഡോളർ 2013 US ഡോളറിന് 60 ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ അത് 94 എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് സ്റ്റോക്കിന്റെ വില കൂടുമ്പോഴുള്ള ലാഭവും കൂടെ ഡോളറിന്റെ മൂല്യം കൂടുമ്പോഴുള്ള ലാഭവും നിനക്ക് കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റോക്കിന്റെ വളർച്ചയും ഡോളറിന്റെ ലാഭവും ഒരുമിച്ച് കിട്ടുമല്ലേ? അത് ശരിയാണ്. പക്ഷെ റിസ്ക് ഉണ്ട്. മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും പോകാം. ചിലപ്പോൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്തത് 50 ലക്ഷമായി കുറയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷമോ വിദഗ്ധരുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്രയും ദൂരമുള്ള US-ലേക്ക് നമ്മൾ പണം അയച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര സേഫ് ആണോ? ഫുൾ സേഫ് ആണ്. IND മണി എന്നത് IFSK റെഗുലേറ്റഡ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് സിറ്റി ബ്രോക്കറാണ്. അതുകൊണ്ട് നിന്റെ പണം ഇന്ത്യയിൽ നിയമങ്ങൾ പ്രകാരം ഫുൾ സേഫ് ആണ്. IND മണി എന്നത് IFK റെഗുലേറ്റഡ് ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് സിറ്റി ബ്രോക്കറാണ്. അതുകൊണ്ട് നിന്റെ പണം ഇന്ത്യയിൽ നിയമങ്ങൾ പ്രകാരം പൂർണ്ണമായും സുരക്ഷിതമാണ്. ചേട്ടാ, ഇതിന്റെ ടാക്സ് ഫയലിംഗ് ഒക്കെ എങ്ങനെയാ? US ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ? അതും IND മണി സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ടാക്സ് റിപ്പോർട്ടും ആവശ്യമായ US ടാക്സ് ഡോക്യുമെന്റ്സും ആപ്പിൽ തന്നെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ITR ഫില്ലിംഗ് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് 0 അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജും
0 MCO ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യാനും വളരെ ഈസിയാണ്. ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഈസിയാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഫോൺ നമ്പറും അതുപോലെ പാൻ കാർഡും സബ്മിറ്റ് ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ US സ്റ്റോക്കിൽ പൈസ ഇട്ടിട്ട് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ? അതിനെന്താ IND Moneyയിലെ US സ്റ്റോക്ക് റിട്ടേൺസ് കാൽക്കുലേറ്റർ ഉണ്ട്. ഉദാഹരണത്തിന് സാൻഡിസ്കിന്റെ കാര്യം തന്നെ നോക്കാം. നമ്മൾ ഒരു വർഷം മുമ്പ് ഇതിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് അത് 29,31,326 രൂപയെ മാറിയാണ്. അതായത് ഇതിന്ന് ടാക്സ് പോയാലും 28,31,326 രൂപ നിങ്ങൾക്ക് കിട്ടിയാണ്. അപ്പൊ ചേട്ടാ ഡോളറിന്റെ വാല്യൂ കൂടിയതുകൊണ്ട് മാത്രമേ ഇതിൽ എത്ര ലാഭം കിട്ടി? അതായത് 26,42,195 രൂപ ഇതിന്റെ സ്റ്റോക്കിന്റെ വാല്യൂ കൂടിയതുകൊണ്ടും 1,89,131 രൂപ ഡോളറിന്റെ വാല്യൂ കൂടിയതുകൊണ്ടുമാണ് നമുക്ക് ലഭിച്ചത്. ഓ, ഇതുകൊണ്ടാണല്ലേ IND Moneyയിൽ എന്നോട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നിന്റെ പണം പലയിടത്തായിട്ട് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലോകത്തിലെ മുൻനിര കമ്പനികളുടെ ഭാഗമാകാനായിട്ട് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിന്റെ പോർട്ട്ഫോളിയോയുടെ 10-20% വരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ IND Money ഡൗൺലോഡ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിലിടാൻ പോകുന്ന മീനുകൾക്ക് ഓരോ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ കുളത്തിൽ മീൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ മീനെ കൊണ്ടുവന്നിടണം. അപ്പൊ നമ്മുടെ കുളത്തിലേക്ക് ഇനി നമ്മൾ മീൻ ഇറക്കാൻ പോവാണ്. ദിവന്മാർക്ക് പിടിക്കാനുള്ള നല്ല പെടപെടക്കണ മീനുകൾ തുടങ്ങിയാലും പരിപാടി. അപ്പൊ ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കോലാൻ മീനുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കോലാൻ മീനെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ കോലാൻ മീനിന്റെ പോയിന്റ് എത്രയാണ് നമുക്ക് നോക്കാട്ടാ. കോലാൻ മീനെ ഒരെണ്ണം പിടിച്ചാൽ 150 പോയിന്റ് കിട്ടും. 150 പോയിന്റ്. അപ്പൊ കോലാൻ മീൻ എന്തേ നമ്മള് വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയാണ്. ആയ് ബൗളിട്ടെ കടിച്ച് ഇത് കടിക്കണം മീനണ്ടാ. ഐ കണ്ട കണ്ട കണ്ട. ഓ, ഇത് എടുക്കാനും പാടാണല്ലോ ദൈവമേ. ചരിച്ചിട്ടാ മതി. അതേടാ കോലാൻ. അലിഗേറ്റർ കാറ് വലിയിട്ട് ഇതിൽ സിമ്പിളായിട്ട് പിടിക്കാമല്ലോ. ഞാൻ തന്നെ പിടിച്ചിട്ട് പോയിന്റ് കിട്ടി. പൊക്കോട്ടാ. അപ്പം ഇനി കോലാൻ മീനെ നമ്മൾ വെള്ളത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പരലിനായിട്ട്. പരൽ മീനുകൾ നല്ല രസമായിട്ട് നമ്മുടെ അക്വേറിയല്ല ഗ്ലോബിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് എത്ര പോയിന്റ്? പരൽ മീൻ നോക്കുകയാണെങ്കിൽ 50 പോയിന്റ് ആണ്. ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. പക്ഷെ 50 പോയിന്റ് കിട്ടും കേട്ടോ പരലിനെ പിടിച്ചു കഴിഞ്ഞാൽ. പരൽ മോനെ നമ്മൾ വെള്ളത്തിലേക്ക് വിടുകയാണേ. ആയ് കണ്ട 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 നല്ല പിടയ്ക്കണ പരല്. കണ്ട കണ്ട അതേ വലിയ പരലൊക്കെ ഉണ്ട്. അങ്ങനത്തെ പരലിനെ നമ്മൾ വിട്ടു. ഇനി നമ്മുടെ പള്ളത്തിയാണ്. അതിൽ ചെറിയൊരു കരിമീൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. നമ്മൾ പള്ളത്തിയായിട്ട് തന്നെ കൂട്ടാം. പള്ളത്തിക്ക് നോക്കുകയാണെങ്കിൽ 75 പോയിന്റ് കിട്ടും കേട്ടോ. ഒരു പള്ളത്തിന് പിടിച്ചു കഴിഞ്ഞാൽ 75 പോയിന്റ് കിട്ടും. അപ്പോൾ നമ്മുടെ പള്ളത്തി കുട്ടന്മാരെ നമ്മൾ ഇറക്കി വിടുകയാണേ. ഇനി 80 പോയിന്റ് കിട്ടാനുള്ള മീനാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഓസ്കാർ മീനാണ് കേട്ടോ. ഓസ്കാർ മീൻ 1, 2 അല്ല 10 ഓസ്കാറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 ഓസ്കാർ പോയിന്റൊക്കെ വാരിക്കോരി കിട്ടും. ഇത് നോക്കിയേ, നല്ല കിടുക്കാച്ചി ഓസ്കാർ മീൻ്റെ. ആയ് അവരെ നമ്മൾ വെള്ളത്തിലേക്ക് പറഞ്ഞു വിടാണേ. ഇവിടെ ഓസ്കാറിനെ പറഞ്ഞു വിട്ടേ. ആയ് ഓസ്കാറിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഫൈനലി നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ 100 പോയിന്റ് കിട്ടുന്ന ബ്രാല് കൂട്ടിലാണ് ഇനി ഇടാൻ പോകുന്നത്. അതും 1, 2 അല്ല 20 ബ്രാൽ ഇട്ടോ. അതേ നോക്കിയേ, ഇങ്ങോട്ട് വന്നേ പ്രവണേ. കണ്ടാ നീ നല്ല പെടക്കണ ബ്രാൽ. എന്താ പെടക്കാത്ത? പെടക്കി ആ വെള്ളത്തിൽ വരുമ്പോൾ പെടച്ചോളും. അപ്പോൾ ബ്രാല് കുട്ടനെ നമ്മൾ ഇറക്കി വിടുകയാണ്. അപ്പോൾ തട്ടട്ടെ പ്രവണേ. അപ്പോൾ ബ്രാല് കുട്ടനെ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. നോക്കിയേ, ഡിപ്പ് ചെയ്യണ സംഭവം കളറായത് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മുടെ ചലഞ്ച് ആരംഭിക്കാൻ പോവുകയാണ്. 4 പേരും വെള്ളത്തിലേക്ക് ചാടാൻ റെഡി ആയിട്ട് നിൽക്കണം. Are you guys ready? Ready. Your time starts now. തുടങ്ങി മക്കളത്. കിട്ടിയാ? അതിനാദ്യത്തെ മീൻ അജുമോൻ കോലാൻ. കോലാനെ പിടിച്ചായും തന്നെ. എവിടെ മീനെവിടെ? മീനെവിടാ? കോലാൻ എന്താണത്? എടാ എന്താണിത്? മീനെ കാണാൻ പറ്റില്ലല്ലോ. ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ചവിട്ടൊക്കെ പിടിക്കാൻ നോക്കണ്. അപ്പൊ എന്തായാലും മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേര് മീൻ പോണ് മീൻ. പിടി മീനെ പിടി. ഓ, അടിച്ചു കൊല്ലണം മീന. അങ്ങനെ ആദ്യത്തെ മീനെ ലീഡ് ഭൗമിക്കിരൺ, രണ്ടാമത്തെ കോലാൻ ലീഡ് ഭൗമിക്കിരൺ. അങ്ങനെ 2 കോലാൻ കയറിയിട്ടുണ്ട് കേട്ടോ. 1, 2 അജും ഭൗമിക്കിരണും കോലാനുമായിട്ട്
ദേ മുന്നേറാണ്. കോലാന്റെ പോയിന്റ് എന്ന് വെച്ചാൽ 150 പോയിന്റ് ആണ് രണ്ടുപേർക്ക് കിട്ടിയിരിക്കുന്നത്. അതേത് മീനാ? കുഞ്ഞമ്മീൻ. അജു രണ്ടാമത്തെ മീൻ. പരല്. അജുദേ ഒരു പരലിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്സരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോ വിസിലടിക്കുന്നു അപ്പോഴായിരിക്കും മത്സരം നിൽക്കുന്നത്. അപ്പൊ ഇനി സമാധാനത്തിലേക്ക് പോയിട്ട് എല്ലാവർക്കും മനസ്സിലായി ഒച്ചപ്പാട് എന്താണെന്നുണ്ടെങ്കിൽ കിട്ടൂല. അതെ ഒരു സമാധാനം ഇല്ലാത്തവനൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും മത്സരം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. പരല് ദേ മോനെ രണ്ടാമത്തെ ലീഡ്. അപ്പൊ ദേ ഏകദേശം രണ്ടുപേരും ഒരേപോലെ പോകുന്നത്. അജുവിന്റെയും ഭൗമിക്കിരന്റെയും 2 മീനായിട്ടുണ്ട്. 2 കോലാനും 2 പരലും. ഞാനൊരു ഐഡിയ പറഞ്ഞേ. അപ്പൊ എനിനൊക്കെ ഊരിട്ട് പിടിച്ചോ, ഒന്ന് നോക്കണ്ട. പിടി അതിന് കാണിക്കണേ മീനെ ബെനിന്റെ ഉള്ളിൽ കയറ്റാ നോക്കണ. പുതിയ മെത്തഡുകളാണ്. എന്നിട്ടാ കിട്ടിയാ നോക്ക്. കിട്ടിയില്ലേ? നിങ്ങ എന്താടാ ഞാൻ വേറെ മ്യൂസിക് ഇട്ടോണ്. അപ്പൊ എവിടെ? അപ്പൊ ഇവിടെ ഭയങ്കര കഠിനമായ മീൻപിടുത്തത്തിലാണ് ട്ടാ. ആൻ്റപ്പാ എന്തായി? ഞാൻ്റപ്പൻ വെള്ളത്തിലൊക്കെ മുങ്ങി മീനെ പിടിക്കുന്നുണ്ട്. വെള്ളം കിട്ടുന്നുണ്ടാ? ആയി ഇവിടെ കുഞ്ഞു മീനുകളൊക്കെ പോകുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ മീനെ കിട്ടുന്നില്ലത്. അജു പിന്നെ ലീഡ്. 2 കോലാൻ 1 കുഞ്ഞു മീൻ. മത്സരം ഭയങ്കര കടുത്ത്. ആദ്യമായിട്ട് അങ്ങനെ ബ്രാലിനെ പിടിച്ച് കുഞ്ഞാന്റെ ഒപ്പൻ. ചെറിയ കളിയല്ല, വലിയ കളികൾ മാത്രം. ഇതെങ്ങനെ പിടിച്ചെടുക്കണ് ഇത്ര വെള്ളത്തിന്ന്? അടുത്ത പൊക്കി മോനെ മീൻ കയറി വലക്കില്ല. ആന്റെ ഒപ്പം ഒന്ന് നോക്കണ്ട. ബെനിയന് ഒരുക്കോ. എടാ കീര ബെനിയന് ഒരു സാധനം കിട്ടൂല. അല്ലെങ്കിൽ പടപടാന്നോട്ടെ. ഇതുവരെ മീൻ പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടാ? എടാ നീ എന്താണ് പിടിക്കാത്തെ? അടുത്ത ബ്രാല് 2 ബ്രാല്. ഓസ്കാറിന് ഇതുവരെ ആരും പിടിച്ചിട്ടില്ല കേട്ടോ. ഓസ്കാർ പള്ളത്തി ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. ആ കിരൺ അങ്ങനെ ആദ്യത്തെ മീനെ പിടിച്ചിരിക്കുകയാണ്. ദേടോ ജർമ്മൻ കിരണിന്റെ ആദ്യത്തെ മീൻ ദേ അക്വറിയത്തിലേക്ക് വന്നിട്ടുണ്ട്. പരലാണ് ട്ടോ പരല്. എന്നിട്ടാ എന്തൊക്കെയുണ്ട്? ദൈവം ഇവനല്ല ബ്രാടാ. നിങ്ങ ഇങ്ങനെ നടന്നോ? ബെനൂരി ബ്രാലിനെ മൊത്തം പിടിച്ചു വിട്ടാണ്. ഓടി നടന്ന് പിടിച്ചോ. ഇവനെന്താണ് കാണിക്കണത്? ഇവനെന്താണ്? എന്ത് പറ്റിയവന്? നിനക്കെന്താ വയ്യേക്കില്ല? അവിടെ കൂട്ടം കീരം പിടിച്ചാ ചത്തിട്ടൊന്നുമില്ല. അത് മയങ്ങിണ്ട്. കിരൺ പിന്നെ ലീഡ് പിടിച്ചിട്ടുണ്ട്. ഇതെന്താണ് കാണിക്കണത്? ഓ അഗ്രസീവ് ഫിഷിംഗ് ആയി കിരൺ. എന്റെ മോനെ എന്തോടെ നടക്കുന്നത്? പിടി മത്സരം കനക്കട്ടെ. അങ്ങനെ ഏകദേശം മത്സരം 5 മിനിറ്റ് കിടന്നപ്പോ അത്യാവശ്യം ടാങ്കുകളിലേക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരെടുത്തടാ? നീ തന്നെ എടുത്തിടണം. നിന്റെ മീനാണെന്നോട്ടല്ല, നീ തന്നെ എടുത്തിടണം. അപ്പൊ ഓരോ അക്വറിയത്തിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മീനായി തുടങ്ങിയിട്ടുണ്ട്. ആൻ്റപ്പാ നിന്റെ 2 മീനുള്ളൂട്ടാ. ഹൈ പിടി മീനെ പിടി. അപ്പൊ അജുമോൻ അടുത്ത ബ്രാലിനെ പൊക്കിയിട്ടുണ്ട്. എന്താണത്? ഓ എന്റെ ദൈവമേ ബ്രാലിനെ പിടിച്ച് കൂട്ടിയാണ്. അത് പിടയ്ക്കണ ബ്രാല്. എന്താ ഇവിടെ? ദേടോ ഭയങ്കര മത്സരായി. ഇതെന്താണിത്? വാരിക്കൊണ്ട് നിറ മീന. ആൻ്റപ്പാ നിന്റെ കണ്ടം മീൻപിടുത്തൊക്കെ ഇറങ്ങട്ടെ. ആൻ്റപ്പൻ കണ്ടത്തിലും മെയിൻ മീൻപിടുത്തക്കാരനായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ അറിഞ്ഞൂടാ. ആൻ്റപ്പൻ ഇന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്. ആൻ്റപ്പന് കിട്ടിയാ? ഒരു പരലിനെ കിട്ടിയിട്ടുണ്ട് ആൻ്റപ്പന്. ആൻ്റപ്പ ഓടിച്ചെന്ന് പിടി. ഇനി ഓസ്കാറൊക്കെ ഇഷ്ടം പോലെ കിടക്കേണ്ടതില്ലേ? ബ്രാൽ എന്റെ മോനെ ബ്രാലിനെ പിടിച്ച് കൂട്ടാണ്. പോട്ടെ പിടി കിരണ ഏതൊരു കുഞ്ഞിനെ പിടിച്ച്. എന്താണ് അവ കാണിക്കണത്? അതല്ലേ
കിട്ടിയാ? കിട്ടും കിട്ടും. ഇനി സമാധാനത്തിൽ പിടിക്കും, സമാധാനത്തില്. ആൻ്റെപ്പാ എങ്ങനെയുണ്ട് മീൻ പിടുത്തം? സൂപ്പറാണ്. എളുപ്പത്തിൽ പിടിക്കാൻ പറ്റണ്ട? ആ ഭൗമിക്കേ എങ്ങനെ പോണു മീൻ പിടുത്തമൊക്കെ? കോൺസെൻട്രേറ്റ് ചെയ്ത് പയ്യെ പയ്യെ ബലിയിലൂരി വല പോലെ ഉണ്ടാക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. ആഹാ, അത് പഞ്ചുവിന്റെ ഇതി ഒന്ന് കയറൂട്ടാ. ഓക്കേ, പിടി പിടി പിടി. ഓസ്കാർ ഇത് തട്ടി പുറത്തേക്കൊക്കെ എടുത്തിട്ടിട്ടാണ് ഓസ്കാറിനെ കൊണ്ടുപോകുന്നേ. ഓസ്കാർ, അടിപൊളി അടിപൊളി. ഇതേ മീൻ പിടുത്തം. അജു എന്തിനാ കിട്ടിയ അജു? ചെറുതാണ്. പേരെന്തുട്ടാ? ബിരാല്. അടിപൊളി അടിപൊളി. എന്റെ പൊന്നോ, ഇവിടെ കൊല്ലിടിയാണ്, കൊല്ലിടി. അതെ, ബ്രാലിനൊക്കെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഓക്സിജൻ. ആ പോട്ടെ പോട്ടെ. പിടിച്ചോ പിടിച്ചോ. മീനെ പൊക്കിക്കോ, മീനെ പൊക്കിക്കോ. പൊക്കിക്കോര്. അതവന്റെ കാലന്നെ ഇരുന്നടാ പൊക്കിയത്. വീണ്ടും ബ്രാലിനെ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ് ഭൗമിക്കിന്. അപ്പൊ ഏതായാലും അടിയിലത്തെ അവസ്ഥ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വരാട്ടാ. ആൻ്റപ്പൻ അടിയിൽ മുക്കി പൊക്കി എടുക്കാൻ പോവാണ്. ബനിയം വേണ്ട എനിക്ക്. പുതിയ ഫിഷിംഗ് മെത്തേഡുകൾ. ഓസ്കാർ ഭൗമിക്ക് പിടിച്ച് കൂട്ടണ്ട, പിടിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു മോനെ. എടാ കഠിന പരിശ്രമം നടത്ത്, സാധനം കിട്ടും. അപ്പൊ അതെ പിള്ളേര് എന്തായാലും വേറെ മൂഡ്. ഞാൻ വിചാരിച്ചിട്ട് അവർ ഇത്ര മീനെ പിടിക്കുന്നു. ചടപടാതെ മീനെ പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ. അതെന്തിട്ടാ എന്നിട്ട് കാണിക്കണേ? മീൻ മൊത്തക്ക് രണ്ടടുത്ത്. അയ്യോ, എടാ നിനക്ക് ബനിയം വേണ്ട? ആൻ്റപ്പാ ആൻ്റപ്പനെ പിടിച്ചെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ചൊറിയാൻ തുമ്മയൊക്കെ ഇട്ടോ അവിടെ. എന്താ രക്ഷപ്പെട്ടോ മീൻ? ആ അതെ അടിയില്. ആൻ്റപ്പന അങ്ങനെ ഒരു മീനെ അതെങ്ങനെ ബനിയം വെച്ച് പിടിച്ചാണോ? കിരൺ അങ്ങനെ നമ്മുടെ ജർമ്മൻ കിരൺ വീണ്ടും ബ്രാലിനെ പിടിച്ചിരിക്കുകയാണ്. ബ്രാല് ബ്രാല് ബ്രാല്. ബ്രാലിനെ എടുത്ത് എറിയാണ്. അതിനൊന്ന് കഴുകിയിട്ട് കൊണ്ടുപോയിട്ടോ. എവിടെയും അതെനിക്ക് അറിഞ്ഞൂടാ. അല്ലെ നിന്റെ ഇത് മാത്രം കലങ്ങും. പന്നിട്ടായ അടിപൊളി. അങ്ങനെ നമ്മുടെ മത്സരം ഏകദേശം ഒരു 11 മിനിറ്റ് കടത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മീൻ അക്കുറത്തിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അക്കുറം നിറയെ മീൻ. ഇവിടെ മീൻ, ഇവിടെ മീൻ, ഇവിടെ മീൻ. ഇവിടെ ആണെങ്കിൽ ഇടി. മീൻ മാറി പിടിക്കരുതിട്ടാ. ആ ഒറ്റയടിക്ക് 2 മീനാ. ബ്രാല്, ഓസ്കാർ. ഓ മോനെ, ആ തകർക്ക് തകർക്ക്. അയ്യേന്നാ മീൻ തീർന്നിട്ടൊന്നുമില്ല. ഇഷ്ടം പോലെ മീനുണ്ട്. ഇനി ഓസ്കാർ കയറാനുണ്ട്, പള്ളത്തി കയറാനുണ്ട്. ഓസ്കാർ ഭൗമി കിരൺ. ഓസ്കാറുമായി ഭൗമി കിരൺ. ആ ഓസ്കാർ വരട്ടെ. ഓസ്കാർ ഓസ്കാർ. നല്ല രസോട്ടാ. കുഞ്ഞി പിള്ളേര് മറ്റേ പാടത്ത് മീൻ പിടിക്കൂലേ പണ്ടൊക്കെ, അതുപോലെ തന്നെ നാലെണ്ണൊക്കെ ഇടന്ന് മറ്റേ കണ്ടത്തില് മറ്റേ തോർത്ത് കെട്ടി മീൻ പിടിക്കണ പോലെ പിടിക്കണ നല്ല രസമുണ്ട്. ആ ഇതിൽ പിടിക്കാൻ പാടാണല്ലേ. അപ്പൊ ഇനിയും വെച്ച് പിടിക്കാൻ്റെപ്പാ. അവൻ തുണികളൊക്കെ ആർക്കാ ബ്രാലിനെ കിട്ടിയേ? ആ ഭൗമി കിരൺ അടുത്ത ബ്രാലിനെ
കിട്ടിയിരിക്കുകയാണ്. എടാ ഭൗമിക്കരണ്ട പാത്രം വരെ ആളുകൾ കൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുന്നു. അവനെന്തോ ടേംസ് ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കാ മീനെ കിട്ടിയേ? ഓസ്കാർ ഒരു ഓസ്കാറിനെ കിട്ടിയിട്ടുണ്ട്. ഇത് അടുത്ത ഓസ്കാർ വരുന്നുണ്ട്. ഓസ്കാർ ബ്രാല് തിന്നിട്ടില്ല, ഇനിയുണ്ട് ബ്രാല് പറഞ്ഞു. അങ്ങനെ മത്സരം ഏകദേശം അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മീൻ ഇവിടെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഓസ്കാർ ഫൈനൽ വിസിൽ മുഴങ്ങിയാൽ അപ്പൊ തന്നെ നമ്മുടെ മീൻപിടുത്തം അവസാനിക്കുന്നതായിരിക്കും. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ട മീൻ കയറിയിട്ടുണ്ട്. മീനില്ല, വെള്ളോട് ഉണ്ടെന്ന് ചോദിച്ചത്. വീണാ ബ്രാലായിരുന്നാ? എന്നിട്ട് ഓസ്കാറാ? കുഞ്ഞു സാധനം നോക്കണ്ട, ജീവനുള്ളതാണ്. ഇനി മീനുണ്ട്, ഓടി കിടക്കണം മീനൊക്കെ. അതിന്റെ അടിയില് മോനെ മക്കളെ എന്താ മീൻ പിടുത്തം നിർത്തിയാ കഴിഞ്ഞ പിടിച്ചഴിഞ്ഞ് അടിപൊളി. അങ്ങനെ നമ്മുടെ കുളത്തിലിട്ടറിഞ്ഞ എല്ലാ മീനെയും അവർ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്ത സമയം തീരുന്നതിന് മുമ്പ് തന്നെ വെൽ ഡൺ മൈ ബോയ്സ്, വെൽ ഡൺ. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ കാണുന്ന ഓരോ അക്വേറിയത്തിലും ഇട്ടിരിക്കുന്ന മീനുകളുടെ കൗണ്ട് എടുത്തിട്ട് വെള്ളം കളയുന്നത്. അയ്യോ ഒരുത്തം പോയിട്ടില്ല അപ്പുറത്തോട്ട്. കൗണ്ട് എടുത്തിട്ട് ആരാണ് വിജയിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിയണം അല്ലേ പ്രവണേ? അപ്പൊ നോക്കിയാലോ കൗണ്ട്. അങ്ങനെ മച്ചാന്മാരെ അതികഠിനമായ മീൻപിടുത്ത മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 4 മച്ചാന്മാരെ അടിപൊളിയായി. അപ്പൊ ഇനി ഒക്കെ വിടട്ടെ, നമ്മുടെ മീനിന്റെ കൗണ്ട് നോക്കാം. ആരാണ് ആ 50,000 രൂപ കൊണ്ടുപോകാൻ പോകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഇത് അറിഞ്ഞാണ് ഓക്കെ ഭൗമിക്കിന്റെ തുടങ്ങാം നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം ബ്രാല ഉണ്ടാട്ടാ. ഓ ബ്രാലൊക്കെ രക്ഷയില്ല. ആടാ ബ്രാല 1 2 3 4 5 കോലൻ അത് കൂട്ടോ? ഇല്ല 6 ആയിരുന്നില്ല, നേരത്തെ 5 അല്ലേ പറഞ്ഞ. 6 7 8 9 ബ്രാല്. ഇനി ഓസ്കാർ നോക്കാം. 1 2 3 4 ഓസ്കാർ. ഒരു കോലാൻ, 150, ഒരു പരല്. എത്ര? 75. അപ്പൊ 1445. 1445 പോയിന്റ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഭൗമിക്കിരണ് കിട്ടിയിരിക്കുന്നു 1445 പോയിന്റ്. ഇനിയിപ്പോ നമ്മുടെ കിരണ്ട നോക്കാം നമുക്ക്. ഓക്കെ കിര ബ്രാലിന്ന് തുടങ്ങാട്ടാ. 4 എണ്ണം നോക്കിയാ പോരെ. കിരൺ മന്ദിപ്പിച്ചിട്ടൊക്കെയാണ് 4 ബ്രാല്. ബ്രാലൂട്ടന്മാരെ നമുക്ക് ഇവിടെ മാറ്റാം, അല്ലെങ്കിൽ ബാക്കി മീനുകൾക്ക് ഭീഷണിയാണ്. 2 ഓസ്കാറല്ലേ? 3 4 ബ്രാലിട്ടാ. ഇനി 3 ഓസ്കാർ. 3 ഓസ്കാർ, ഒരു പള്ളത്തി, ഒരു പള്ളത്തി, 4 പരല്. ആഡ് ചെയ്തോ. അവനൊക്കെ നോക്കണോട്ടെ, കള്ളക്കണക്ക് അടയേണ്ടത് അവന്റെ ആയതുകൊണ്ട് അവൻ ചിലപ്പോ കള്ളക്കണക്ക് അടയും. 320. പിന്നെ ഈ 3 എണ്ണത്തിന്റെ എത്ര? 75 അല്ലേ? 75 അറിഞ്ഞില്ലേ പരലിന്? 720. 945 പോയിന്റ്. കിരണ് കിട്ടിയിരിക്കുന്നു 945 പോയിന്റ്. ഭൗമിക്കിന് എത്രയായിരുന്നു? 1440. ലീഡ്. ഓക്കെ അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മള് ആൻഡപ്പന്റെ ആണ് നോക്കാൻ പോകുന്നത്. ആൻഡപ്പന്റെ പിന്നെ ഇച്ചിരി എളുപ്പമുണ്ട്. ആൻഡപ്പന്റെ ആദ്യമായിട്ട് ബ്രാല് പിടിച്ചത് ആൻഡപ്പനാണ്. ആൻഡപ്പാ ഫസ്റ്റ് ബ്രാല്, അത് പിന്നെ ബ്രാലൊന്നും വന്നില്ല. അങ്ങനെ ആൻഡപ്പന്റെ ഒരു ബ്രാല്, ഒരു ഓസ്കാർ, ഒരു പരല്, ഒരു പള്ളത്തി. 305 പോയിന്റുകൾ. ആൻഡപ്പൻ നീ കറിയാണ് സങ്കടമായി ഒന്നൊക്കെ ഇല്ലട്ടാ. അവന്റെ കണ്ണുമേക്ക് ഒരു മീൻ അടിച്ചുകൊണ്ട്, അതാണ് കണ്ണ് ചോന്നിരിക്കണേ. ഫൈനലി അജുമോൻ
അജുമോന്റെ നമുക്ക് എണ്ണി എടുക്കാം. ബ്രാല് നോക്കട്ടെ, കള്ളക്കണക്ക് പറയണ്ടെന്ന് അറിയണ്ടേ. ബ്രാലിന്ന് തുടങ്ങാം കേട്ടാ. അപ്പൊ അതെ അവസാനത്തെ കണ്ടസ്റ്റന്റ് ആണ്. 1 2 3 4 5 6 ബ്രാലി. 6 ബ്രാല്, 2 കോലാൻ, 2 ഓസ്കാർ, 2 ഓസ്കാറല്ലേ? 2 പള്ളത്തി, 2 പള്ളത്തി, 2 പള്ളത്തി, 2 പരല്, 2 പരല്. കണക്കൊക്കെ ശരിയല്ലേ? ഇല്ലേ നിനക്ക് 1310. 1310. ഒരു ബ്രാലിനെനിക്ക് തന്നിരുന്നെങ്കിൽ അങ്ങനെ മച്ചന്മാരെ നമ്മുടെ മത്സരം അവസാനിച്ചു. കൗണ്ടിങ് കഴിഞ്ഞു. ഒന്നുകൂടി നമുക്ക് പോയിന്റ് പട്ടിക നോക്കട്ടാ. അങ്ങനെ ഭൗമിക്കിരണ് ലഭിച്ചിരിക്കുന്നു 1445 പോയിന്റ്. അജുമോന് ലഭിച്ചിരിക്കുന്നു 1310 പോയിന്റ്. പിന്നെ നമ്മുടെ കിരൺ മച്ചാന് ലഭിച്ചിരിക്കുന്നു 970 പോയിന്റ്. ആനവൻ ലഭിച്ചിരിക്കുന്നു 310 പോയിന്റ്. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി അടിപൊളി. അപ്പൊ ഇനി നമ്മുടെ വിന്നർ അനൗൺസ് ചെയ്യാനുള്ള നേരായിക്കാണ്. അങ്ങനെ നമ്മുടെ വിന്നറെ അനൗൺസ് ചെയ്യാനുള്ള നേരായി. ആർക്കും സംശയം ഉണ്ടാവില്ല, ഇന്നത്തെ നമ്മുടെ ഈ മീൻപിടുത്തം ചലഞ്ച് വിന്നർ ഈസ് അപ്പൊ നമ്മുടെ തുടക്കത്തിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വിന്നർക്ക് ലഭിക്കാൻ പോകുന്നു 50,000 രൂപ. അപ്പൊ ഈ സാധനം ഞാൻ നിന്റെ കയ്യിലേക്ക് ഇങ്ങനെ തരും. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിയിട്ട് ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞേ IND മണിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് കയ്യിൽ നിന്ന് തൊട്ട് പൈസ തരൂല. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വിന്നറായ ഭൗമിക്ക് ലഭിച്ചിരിക്കുന്ന ഈ 50,000 രൂപ നമ്മൾ IND മണിയിൽ ഭൗമിക്കിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇനി ഒട്ടും വൈകേണ്ട വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന IND മണിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ജേർണി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ മച്ചാമാരെ എന്തായാലും ഹാപ്പി അല്ല എല്ലാവരും? അപ്പൊ എന്തായാലും അടുത്ത ചലഞ്ചാണ് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വാർക്കയുടെ മുകളിൽ തെങ്ങിന്റെ മുകളിൽ നമ്മളൊരു ട്രീ ഹൗസ് ഉണ്ട്. അവിടെ ഒരു ക്യാമ്പിംഗ് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാരെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.